ഹായ് ഗൈസ്, ബിഗ് ബോസ് അഗ്നി പരീക്ഷ. സത്യം പറഞ്ഞ എനിക്കിത് എന്തുവാന്ന് ഒരു പിടുത്തവും ഇല്ല. 2 എപ്പിസോഡല്ലേ ഇപ്പൊ കഴിഞ്ഞു, 2 കഴിഞ്ഞ്. ആൾക്കാരിലേക്ക് അത്ര ജനപ്രിയമായിട്ട് ഈ സാധനം വന്നോ? ജനപ്രിയമാകാൻ വഴിയൊന്നും കാണുന്നില്ല. ഇല്ല, ഞാൻ റീലിനകത്ത് 2 വട്ടം ഈ അഗ്നിപരീക്ഷ നേരത്തെ തെലുങ്കിലും ഒക്കെ പയറ്റിയതാ, സക്സസ് ആയി. ഇവിടെ 3 ഗസ്റ്റുകളാ, അല്ല 3 ജഡ്ജസ്മാരാ, ഇവര് തമ്മിൽ തല്ലി തീർത്തോളും. അത് കാണുന്നുണ്ട് ഇപ്പൊ റീൽസിനകത്തൊക്കെ ഈ സാധനത്തെ കുറിച്ച്. അഖിൽ മാരാറ്, രഞ്ജിനി ഹരിദാസ്, റിയാസ് സലീം. റിയാസ് നമുക്കറിയാം, തൊട്ടടുത്തുള്ളേ. പിന്നെ പുള്ളിയുടെ മറ്റേ സാധനം ഉണ്ടല്ലോ, ഇടയ്ക്കൊക്കെ ഹലോ ഈ ഒരു എക്സ്പ്രഷൻ ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് പുള്ളിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാ. ഇതെല്ലാം കൊല്ലത്തിന്റെ നെഞ്ചത്താണല്ലോ, എല്ലാം കൊല്ലത്തും ഞാൻ ആണല്ലോ പോയതൊന്നും ആലോചിച്ചാൽ മതി. മുടി ഭയങ്കര പ്രശ്നമാണ്. മുടി പ്രശ്നമാണ്. കൊല്ലംകാര് പൊതുവെ മുടി, പപ്പടം, അച്ചാറ്, അങ്ങനെ ചെറിയ 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 കാര്യങ്ങൾക്ക്. അപ്പൊ 2 ജഡ്ജസും കൊല്ലത്തും. അഖിൽ മാരാര് കൊല്ലമല്ലേ, കൊട്ടാരക്കരയല്ലേ. പക്ഷെ ഞാൻ കണ്ടൊരു റീലിനകത്തൊരു കാര്യം പറയാം. ഈ അഖിൽ മാരാറിന്റെ ഒപ്പീനിയനെ കുറിച്ചും ആ പുള്ളിക്കാരന്റെ പേഴ്സണൽ ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചും ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും പുള്ളിക്കാരന്റെ ഗെയിമിനകത്ത് പുള്ളിയെ ബിഗ് ബോസിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആള് വേറെ ബാധ കയറിയ പോലെ മാരാരിസം. പിന്നെ പുള്ളിയെ പിടിച്ചത്. പക്ഷെ പുറത്തോട്ടിറങ്ങി രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ അത് കയ്യിൽ നിന്ന് പോകും. അതിപ്പം ഹാഷ്മിയുടെ ഒരു ഇന്റർവ്യൂ ഒക്കെ നിലപാടിന്റെ ഹാഷ്മി നിർത്തി അപരാധിക്കുന്നുണ്ട്. അതിനകത്ത് പുള്ളിക്കാരന് ഒരു വോയിസ് ഇല്ല, അത് വ്യക്തമായിട്ടില്ല. പക്ഷെ ഇവർ ആദ്യം ഒരു ഇന്റർവ്യൂ ഹാഷ്മിയോട് നടത്തിയിരുന്നു പണ്ട്. അതിനകത്ത് മാരേര് തൂക്കി അടിച്ച് ഫസ്റ്റ് ഇന്റർവ്യൂ പ്രതികാരം കറക്റ്റ് പ്രൂഫുകൾ എടുത്ത് വെച്ച് സംസാരിച്ചായിട്ട് എനിക്ക് തോന്നി. വിളിച്ചു വരുത്തിയതാ. ഈ ഗെയിമിലേക്ക് വരുമ്പോഴത്തേക്കിന് പുള്ളിക്കാരനകത്ത് പെർഫെക്റ്റ് കോണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ കുറെ ആൾക്കാർ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അഖിൽ മാരാരെന്ന് പറഞ്ഞൊരു വ്യക്തി വ്യക്തമായിട്ടുള്ള ഒപ്പോണന്റ് ഇല്ലാത്തതുകൊണ്ടാണ് വിജയിച്ചത്. അങ്ങനല്ല, പുള്ളിക്കാരൻ ആദ്യത്തെ ഒരു 20 ദിവസം കൊണ്ട് വ്യക്തമായിട്ടുള്ള ഒപ്പോണന്റുകളെ അടിച്ച് താത്ത് വെട്ടിക്കളഞ്ഞ് ഇയാളങ്ങ് മേളിൽ കയറി. പിന്നെ ഇയാൾക്ക് മേളിലേക്ക് കയറാണ്ട് ഇവർക്ക് പറ്റുന്നതെന്ന് പറയും മറ്റേ ഈ പോളിസി വയലേഷൻ അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻ. നമുക്ക് ഈ ജനങ്ങൾക്കിടയിൽ കാണാൻ പറ്റും, അത് സ്ത്രീത്വത്തെ അപമാനം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഇത് ജനങ്ങൾക്കിടയിലേക്ക് കൺവിൻസ് ആയത് ഈ രീതിയിലല്ല. ഇവർക്ക് ഇത് വ്യക്തമായിട്ടല്ല കൺവിൻസ് ആയത്. അതുകൊണ്ട് പറ്റിപ്പോയി. നിലപാടുണ്ട്, തെറ്റാണെങ്കിലും ശരിയാണല്ലോ, ആ നിലപാട് മുറുക്കെ പിടിച്ചോണ്ടിരിക്കും. ഇടയ്ക്ക് ചെറുത് അങ്ങോട്ട് മാറ്റും, അത്രേ ഉള്ളൂ. രഞ്ജിനിഹരിദാസ് ആണ് ഇപ്പൊ നിലപാടിന്റെ ഇതിൽ നിൽക്കുക. ഡൽഹിയിലൊക്കെ പോയി. പിന്നെ ഡൽഹിയിൽ പോയത് നിലപാടിനെ കുറിച്ച് പിന്നെ പറയുകയേ വേണ്ട. അല്ല, അത് അവരെന്തിനാ പോയെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അത് ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിനകത്ത് സംഭവം എത്ര 40 കോണ്ടസ്റ്റന്റ്സ് അല്ലേ? അഗ്നിപരീക്ഷ ബിഗ് ബോസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ 6 പേരെ സെലക്ട് ചെയ്യണം. 6 പേരെ സെലക്ട് ചെയ്യാൻ ഇതിനകത്തുനിന്ന് 6 പേര് മൊത്തത്തിൽ 40 പേരുണ്ട്. 40 പേര് ആ സ്റ്റേജിൽ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ആദ്യം ഒരു താക്കോലൊക്കെ എടുത്തിട്ട് 20 പേരെ സെലക്ട് ചെയ്ത് ബാക്കി 20 പേരെ നിങ്ങൾ ഔട്ടാന്ന് പറഞ്ഞ് വിട്ടു. അടുത്ത ദിവസം ആ 20 പേരെ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ 20 പേര് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുമല്ലോ. ഇതിനെ മറ്റേ ഷാജി പാപ്പൻ പകുത്തെടുക്കത്തില്ലേ, മറ്റേ അതേപോലെ ഓരോരുത്തരും പകുത്തെടുക്കും. 3 പേർക്കുമായിട്ട് 3 ടീമായിട്ട് പകുത്തെടുക്കുമ്പോ റിയാസ് സലീം എടുക്കുന്ന ടീം എങ്ങനെയാന്ന് വെച്ചാൽ നല്ല മുടിയുള്ള കുട്ടി വരും, ബ്രൗൺ കളർ സ്കിന്നുള്ള കുട്ടി വരും, കറുത്ത കളറുള്ള കുട്ടി വരും. കാര്യമില്ല, ഒരു കാര്യമില്ല. അങ്ങനെ റിയാസ് ഒരിടത്തിലെടുക്കും. രഞ്ജിനിയാണെങ്കിൽ ഡിവോഴ്സ് ആയവർ വരും, ഡിവോഴ്സ് ആയിട്ട് കുട്ടികളുള്ളവർ വരും, പിന്നെ മറ്റേ പഠിക്കുന്നവർ വരും, അങ്ങനെ വരും. പക്ഷെ മാരാരുടെ സെലക്ഷൻ കൊള്ളാം. മാരാർ അവിടെ വന്നിട്ട് എനിക്കെതിരെ മത്സരിക്കാൻ കെൽപ്പുള്ളവൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവൻ വാ. റിയാസിനെ ആ ഗെയിമിൽ തോപ്പിക്കാൻ കെൽപ്പുണ്ടെന്ന് ചിന്തിക്കുന്നവനുണ്ടോ? അവൻ വാ. ഇതിൽ നിന്ന് ഒരുത്തൻ പുറത്തു പോകണമെന്നുള്ളവൻ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എണീറ്റ് അതിന്റെ റീസൺ പറഞ്ഞിട്ട് അവൻ വാ. അങ്ങനെ മാറി. പക്ഷെ അതിനകത്തൊന്നും വലിയ കഥയൊന്നും ഇല്ല. ഒറ്റ ദിവസം കൊണ്ട് എന്നാലും അവൻ മീൻസ് ഞാൻ ചുമ്മാ എടുപുടാ എന്ന് മുടി കണ്ടിട്ടല്ല സെലക്ട് ചെയ്യുന്നൊരു സാധനം ഇട്ട് കൊടുത്തത്. മാരാരൊരു ടീം എടുത്തില്ലേ, ആ ടീമിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്ത് ഒരു മാല മേടിക്കണം. ഈ മാലയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ കളിക്കുന്നത്. മാല കിട്ടുന്നവർ കയറുവോ? മാല കിട്ടുന്നവർക്ക് എന്തോ പവർ കിട്ടും, പവർ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻഫിനിറ്റി മാല. ഇതിൽ നിന്ന് 2 പേരെ 2 3 പേരെ ഒരു ടീമിൽ നിന്ന് മാറ്റും. അവർക്ക് ചുമന്നൊരു ബാൻഡ് കൊടുക്കും. ആ ബാൻഡ് എന്താണെന്നും പറഞ്ഞിട്ടില്ല.
അവരെ ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞിരുത്തും. അതാണ് ഡേഞ്ചർ സോൺ. ഔട്ട് ഹൗസ് പുറത്തുള്ളത്. ഇത് മറ്റേ സ്റ്റാർ സിംഗർ ഇല്ലേ, അതിന്റെ സ്റ്റേജ്. അപ്പൊ ആ സെറ്റപ്പ് ഒക്കെ ഇവരങ്ങ് ഉപയോഗിക്കുക. അടിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ വരുമാനം കിട്ടിയാൽ അത് ഇത്ര മാസത്തേക്കായിരിക്കും അവർ ചിലപ്പോ കോൺട്രാക്ട് തീരാൻ വേണ്ടിട്ട്. ഇതെല്ലാം ഒറ്റ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അവിടെ ഇട്ടിരിക്കുന്ന സ്റ്റേജിന്റെ കുറച്ച് പൈസ അതിനോട് കിട്ടും. ആ നല്ല കാര്യം. എന്നിട്ട് ഇവരിങ്ങനെ ഗെയിം കളിക്കുമ്പോഴും ഒരുപാട് അലമ്പുകൾ ഉണ്ടാവും. ആ അലമ്പുകൾക്കകത്ത് ഇപ്പൊ വരുന്നൊരു അഗ്നിപരീക്ഷ സംഭവം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് 5 പേരെ ബിഗ് ബോസിലേക്ക് പോകത്തുള്ളൂ. വരുന്നവർ ഞാൻ ഈ തവണ കപ്പും കൊണ്ടുപോകും, ഞാൻ ഈ തവണ കപ്പും കൊണ്ടുപോകും പറഞ്ഞോണ്ടിരിക്കും. മറ്റവരെല്ലാം നിങ്ങളുടെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ മാരൊരു ക്ലാസ് സാധനം പറഞ്ഞ് ആദ്യം നിങ്ങൾ ഇതിൽ ക്വാളിഫൈ ആകണം, ആദ്യം ഇത് ജയിക്കണം, എന്നാലേ ഹൗസിനകത്ത് കയറാൻ പറ്റും, എന്നിട്ട് ഈ സാധനമൊക്കെ കിട്ടത്തുള്ളൂ. അതാണ് ക്ലാസ് സാധനം അടിച്ചു വിട്ടു. അല്ല, പുള്ളി വന്ന ഉടനെ ഞാനിത് കപ്പ് കൊണ്ടുപോയി പറഞ്ഞില്ല. പുള്ളി ഏതാണ്ട് ഒരു 90 ദിവസത്തിന് ശേഷമാണ് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 or 5 ഞാനാ എന്ന് മറ്റേ ലവനോട് പറയുന്നത്. മറ്റേ റിനോഷ് അല്ല മറ്റേ സിനിമയിൽ അഭിനയിച്ച മുടി സിനിമയിൽ അഭിനയിച്ച സിനിമയിൽ അഭിനയിച്ച സാഗറിന്റെ കൂടെ സിനിമയിൽ അഭിനയിച്ച ആളോട് എനിക്ക് അതിൽ മറ്റേ ജുനൈസിനോട് ആട്ട് മറ്റേ ഇതിനകത്ത് ഇരുന്നുകൊണ്ട് അത് വ്യക്തമായിട്ട് ഇപ്പോഴും കൺവിൻസ് ആവുന്ന, അല്ലെ ഇത് ഓർത്തിരിക്കാനുള്ള കാരണം എന്താ പറയാ, പുള്ളിയുടെ ഗെയിം തന്നെയാണ്. പുള്ളിയുടെ ഗെയിം അത്രയും കൺവിൻസ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ സാധനം ഇപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നത്. ഞാൻ ആ സമയത്ത് പുള്ളിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് റിപ്ലൈ തന്നു. പിന്നെ ബിഗ് ബോസിൽ നിന്നപ്പോഴും റിപ്ലൈ തന്നു. ബിഗ് ബോസിൽ 44ാമത്തെ ദിവസം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചെന്ന്. എനിക്ക് അപ്പം അന്ന് രാത്രിക്കും എനിക്ക് മെസ്സേജ് വന്നു, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അല്ലല്ല പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, സന്തോഷ് സംതിങ് ലൈക്ക്, അതായത് പുള്ളി എയർപോർട്ടിൽ നിന്നപ്പോഴത്തേന് കൂടെ കൊണ്ടുവന്ന ആളുണ്ടായിരുന്നു. പുള്ളിക്കാരനായിരുന്നു ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം പുള്ളി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഞാൻ വീണ്ടും മെസ്സേജ് അയച്ചു. എപ്പോഴും മെസ്സേജ് റിപ്ലൈ തരും. തൊപ്പിയായിട്ടുള്ള കോൺട്രവേഴ്സിക്കകത്ത് എനിക്ക് മെസ്സേജ് വന്നു പുള്ളി. സീരിയസ്ലി തൊപ്പിയായിട്ട് കോൺട്രവേഴ്സി ചെയ്ത് നിൽക്കുന്ന സമയത്ത് അഖിൽമാരർ എനിക്ക് മെസ്സേജ് അയച്ചതിന് റിപ്ലൈ വന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ വിശ്വസിച്ച് അല്ല എടുക്കാനല്ല, എന്തായാലും പറഞ്ഞല്ല. അല്ലല്ല അഖിലന്മാരുടെ അല്ല, അഖിൽമാരാർക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. ഹായ് മെസ്സേജ് അയച്ചു. അല്ല അങ്ങോട്ട് കുറെ മെസ്സേജ് ഇത് മറ്റേ തൊപ്പിയായിട്ടുള്ള ബിച്ചു എന്റെ പേര് പറഞ്ഞില്ലേ. അപ്പൊ ഞാനൊരു ഹായ് മെസ്സേജ് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അഖിലേട്ട ഒരു വീഡിയോ ചെയ്തോണ്ടിരുന്നപ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു കോണ്ടന്റ് ആയിട്ട് മെസ്സേജ് അയച്ചാ കേട്ടോ. നിങ്ങൾ കാണുവാണെങ്കിൽ റിപ്ലൈ ചെയ്തോ. ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട്. പുള്ളി റിപ്ലൈ തരുമോ നോക്കണമല്ലോ. അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനപ്രിയനാകുമ്പോഴത്തേന് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇലക്ഷൻ ഒക്കെ നിന്നൊരു വ്യക്തി ആകുമ്പോഴത്തേന് ജനങ്ങൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ റിപ്ലൈ തരണം. അത്രേ ഉള്ളൂ. ഇവര് തമ്മിൽ എന്തോ ഇന്റേണൽ ടൈപ്പ് ഉണ്ട്. മാരാറ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വന്നത്. ഓക്കെ, ഞാൻ മാരാ ടീമാണെങ്കിൽ ഞാൻ മാരാറ ടീം. എനിക്ക് റിയാസിനൊന്നും വേണ്ട. എടുക്ക് പ്ലീസ്. വേണ്ടാത്തോണ്ടാ വേണ്ട. എനിക്ക് അങ്ങനെയൊക്കെ മുടിയില്ല. ഇവള് രഞ്ജിനി, രഞ്ജിനി. ഇപ്പൊ രഞ്ജിനി സ്ത്രീകൾക്ക് വേണ്ടിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവള് രഞ്ജിനി. സ്ത്രീകൾക്ക് വേണ്ടി നിക്കണേ. അങ്ങനെ മതി. ഞാൻ മാരാര് പുള്ളി എനിക്ക് പ്ലീസ് റിപ്ലൈ ഒക്കെ കൊണ്ടോ. ഞങ്ങള് കൊല്ലംകാരെന്ന് ചോദിച്ചാലും വിട്ടുകൊടുക്കും. നമ്മളെല്ലാം കൊല്ലംകാരാ. ഇത് കോട്ടയം. കോട്ടയംകാരെ കുറിച്ച് പറയണ്ട. എന്റെ അമ്മ ചിലപ്പോ വീട്ടിൽ നടക്കട്ടെ. അമ്മ കോട്ടയം. എവിടെയാ അത് പിന്നെ പറയാം. ഇനി അവിടെയും കൂടെ കൊല്ലം. അപ്പൊ ബാക്കി ഗെയിം പറയാൻ തോന്നുന്നു. അങ്ങനെയാണ് സംഭവം. ഇവര് മത്സരിച്ച് ഇൻഫിനിറ്റി ഇപ്പോ പല ആൾക്കാരും മേടിച്ചു. ഇൻഫിനിറ്റി മേടിച്ച് ഇനി എന്താ നിന്നെ അറിയത്തുള്ളൂ. അപ്പൊ ഇത് എന്തിനാണ് ഇവര് ഈ ഇൻഫിനിറ്റി എന്നുള്ളത് ഇതുവരെ പിടികിട്ടിട്ടില്ല. എന്തിനാന്ന് പിടികിട്ടിട്ടില്ല. എന്തിനാ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി കളിക്കും. ആദ്യം മൊത്തം എത്ര ദിവസം ഇത്? 2 ദിവസം. അല്ല ടോട്ടൽ ഈ ഗെയിം എത്ര? 21 ദിവസം. 21 ദിവസത്തെ കാര്യം. അപ്പൊ ഇപ്പഴേ പിടികിട്ടത്തില്ലല്ലോ. ഇനിയും കിടക്കുന്നില്ല ദിവസങ്ങള്. ഇനി ഇത്രയും ദിവസം കിടക്കുമ്പോ എങ്ങനെ പിടികിട്ടുന്നത്? പിടികിട്ടണ്ട. പക്ഷെ ഇത് ഒരു ബേസിക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഇതിനകത്ത്. ബേസിക് ആയിട്ട് സംഭവിക്കുന്നത് മാരാരും റിയാസിന്റെ എഞ്ചിന് ഒരു ടീം. ഇവര് രണ്ടും കൂടെ മാരാരെ അറ്റാക്ക് ചെയ്യും. ഒറ്റയ്ക്ക് തിരിച്ച് കൗണ്ടർ അടിക്കും. ഇതാ അത് ബേസിക് എന്താണെന്നറിയോ? ഈ റിയാസിന്റെ
സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഈ രഞ്ജിനിയുടെ കാര്യങ്ങളും ഏകദേശം ഇവര് സെയിമാ. മാരാര് കംപ്ലീറ്റ്ലി ഒപ്പോസാ. അങ്ങ് മാരാര് വേറൊരു യൂണിവേഴ്സിൽ നിൽക്കുന്ന ഒരാളാ. അപ്പോഴത്തേക്കിന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ് ഈ സാധനം വീഴത്തില്ല. റിയാസിനെ കൊണ്ട് വീഴ്ത്താൻ പറ്റത്തില്ല, രഞ്ജിനെ കൊണ്ട് ഒറ്റയ്ക്ക് വീഴ. എങ്ങനെങ്കിലും കമ്പൈൻ ആയിട്ട് ഈ സാധനം മാരാർക്ക് എങ്ങനെങ്കിലും പോസിറ്റീവ് ആയി കിട്ടി അവസാനം പിടിവള്ളിയാ. പുള്ളി പുറത്ത് വൻ നെഗറ്റീവായിട്ട് നിൽക്കുക. പുള്ളി ഇപ്പൊ ഈ 21 ദിവസം കഴിയുന്ന ഉടനെ ആര് ജയിച്ചാലും ഞാൻ പറയട്ടെ, ഇപ്പൊ മാരാരിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ പറയാം. ഇതിനകത്ത് മാരാര് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴത്തേക്കും അത് പോസിറ്റീവായിട്ടേ വരത്തുള്ളൂ. സംഭവം എന്ന് പറയുമോ, ഞാൻ മനസ്സിലാക്കുന്ന 21 ദിവസം കഴിയുമ്പോ മിക്കവാറും മാരാര് കപ്പ് കൊടുത്തോണ്ടെങ്കിൽ ബാക്കിയെല്ലാം നോക്കില്ല സംഭവിക്കാൻ ഇന്നത്തെ വോട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഹോട്ട്സ്റ്റാർ വോട്ടുണ്ടോ? ഇല്ലല്ലോ. അവരെന്തൊക്കെയോ ചെയ്യും നമ്മളിന്ന് കണ്ടോണം. എന്നിട്ട് പുറത്ത് വന്ന് പൂജ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. ഈ പൂജ ഇവര് കുറെ ക്ലൂ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടേക്കുക. ആ ക്ലൂ എടുക്കുമ്പോൾ ഇവിടെ കുറെ താഴ് കെട്ടി തൂക്കിയിട്ടേക്കുക. താഴിനകത്ത് ഈ ചോദ്യത്തിന്റെ ഉത്തരം താഴിനകത്തുണ്ട്. തപ്പി പിടിച്ച് പൂട്ട് തുറക്കണം. അങ്ങനെ പൂജ എന്ന് പറയുന്ന ഒരു പെണ്ണ് കുത്തി തുറക്കാൻ പറ്റാതെ ലാസ്റ്റ് കരഞ്ഞ് ശ്രദ്ധ നേടി ആ പൂജ ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു. അടുത്ത ദിവസം ഇന്നലത്തെ ദിവസം വേറൊരു പൂജ വന്ന് ആ പൂജക്ക് ചാൻസ് കൊടുത്തു, എനിക്കും ചാൻസ് തരണമെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഈ രണ്ടാമതൊന്ന് പൂജ ഉണ്ടല്ലോ ഒപ്പോസ് ചെയ്തു കേറിയെന്നും പറഞ്ഞു. എനിക്ക് അറിയൂടാ. ഈ രണ്ടാമത്തെ പൂജ എന്തൊരു ഇൻസ്റ്റാഗ്രാമിൽ തുരുതുര വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. മറ്റേ പൂജ അങ്ങനെ ചെയ്ത് എനിക്ക് അവസരം കിട്ടിയില്ല, മാങ്ങ തേങ്ങ പൂജ എന്തിനാ മേ ബി ഇനി ഔട്ടായാലോ ഞാനൊരു റീച്ചിലേക്ക് എത്തട്ടെ. അത് തന്നെ, ഇനി ഒന്ന് ഔട്ടായാലോ അതിനകത്ത് റീച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എനിക്ക് കാണിക്കുന്നത്. ആങ്കർ ചോദിക്കുന്നുണ്ട്, രഞ്ജിനിയോട്. അപ്പൊ അവര് പറയുന്നുണ്ട് പൂജ തന്നെയാണ് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ബിഗ് ബോസ് സീസൺ 8 അഗ്നിപരീക്ഷയുടെ മറ്റു സെക്കൻഡ് എപ്പിസോഡ് ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നതിന് ശേഷം ഞാൻ എയറിലാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയുമായിരിക്കും. അപ്പൊ ഇതിനകം ഇപ്പൊ എനിക്ക് യൂട്യൂബിലാണെങ്കിൽ കുറെ റിവ്യൂവേഴ്സ് ബിഗ് ബോസിന്റെ എപ്പിസോഡിനെ വിലയിരുത്തുമ്പോൾ ഫസ്റ്റ് പറയുന്നത് പൂജ ഓവർ കോൺഫിഡന്റ് ആണ്, പൂജ അഹങ്കാരിയാണ്, പൂജ ഓവർ ഷോ ആണ്, ഓവർ ഇറിറ്റേറ്റിംഗ് ആണ്, അങ്ങനെ കുറെ ടാഗ് ലൈൻ ഇപ്പൊ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. എനിക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നിയത് എന്താണോ? നെഗറ്റീവ് കമന്റ്സും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും എനിക്കറിയാം. എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും എനിക്ക് അറിയണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എന്നെ കുറിച്ച് തോന്നിയത് എന്താണോ? എന്നെ നിങ്ങൾ വിലയിരുത്തിയിട്ട് എങ്ങനെയാണോ എന്ത് ടാഗാണ് എനിക്ക് നിങ്ങൾ തരുന്നത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ട് എത്ര പേര് എങ്ങനെയൊക്കെയാണ് എന്നെ കുറിച്ച് ആൾക്കാര് എങ്ങനെ വിലയിരുത്തിയിരിക്കുന്നത് അറിയാൻ വേണ്ടിട്ട്. ഈ സപ്പോർട്ട് ഈ പൂജ എന്നെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ കളി പോലും കാണാത്ത എനിക്കൊന്നും അറിയത്തില്ല. പൂജ പറയുന്നത് ഈ മറ്റേ പൂജ കരഞ്ഞത് കൊണ്ടാണ് ചാൻസ് കിട്ടിയതെന്ന്. അതുകൊണ്ട് ഞാനും കരയുവാണെന്നുണ്ടെങ്കിൽ ചാൻസ് കിട്ടില്ല. പൂജയുടെ ക്ലൂ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം ക്ലൂ ഉള്ള ഒരു പൂജയായിരുന്നു ഈ പൂജയും. അതെ, അങ്ങനെ പറഞ്ഞായിരുന്നു. അതായത് രമണ രണ്ട് പൂജയുണ്ട്. ഒരു പൂജക്ക് ഗെയിമിൽ കേറി ആ കൊച്ചു ഗെയിമിൽ കയറുന്ന കൊറേ താഴ് കൂട്ടിയിട്ടിട്ടുണ്ട്. ഈ താഴെ ഒരു ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് കുറെ താക്കോലുണ്ട്. ആ താക്കോലെ കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യം വായിച്ചിട്ട് ഈ ആൻസർ കണ്ടുപിടിച്ചിട്ട് അപ്പൊ താക്കോല് കറക്റ്റ് ആയിട്ട് മാച്ച് ആവും. അങ്ങനെ രണ്ട് പൂജയുണ്ട്. രണ്ട് പൂജയുടെ ഇടയിലും ക്ലൂ ഉണ്ട്. ഒരു പൂജക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ ആ പൂജ നിന്ന് കരഞ്ഞപ്പോഴത്തേനും ആ പൂജ ചാൻസ് കൊടുത്തു. അത് രഞ്ജിനിയുടെ ടീമിന് കരഞ്ഞോ ചാൻസ് കൊടുത്ത രഞ്ജിനി നീ ഈ പൂജ രഞ്ജിനിയുടെ ടീമിൽ തന്നെ കരഞ്ഞ മേടിക്കാലും ചാൻസ് കൊടുക്കൂല്ലേ? ആ പൂജക്ക് ചാൻസ് കൊടുത്തു. അടുത്ത ദിവസം ഈ പൂജ വന്നിട്ട് പറഞ്ഞ് കരഞ്ഞത് കൊണ്ട് മാത്രം അവർക്ക് ചാൻസ് കിട്ടി. ജസ്റ്റിസ് ഇവിടെ കറക്റ്റ് ആയിട്ട് സെർവ് ചെയ്തിട്ടില്ല. അതും രഞ്ജിനിയുടെ ടീമാണ്. അന്നേരം മറ്റേ എന്താ റെനീഷയോ എന്താ പെണ്ണിന്റെ പേര്, ആ പെണ്ണ് ചോദിച്ചപ്പോ ഈ പെണ്ണിന്റെ വായിലെന്ത് വരുന്നു അങ്ങോട്ട് പറയണമായിരുന്നു. എന്റെ ക്ലൂ ഉണ്ടായിരുന്നല്ലേ? രഞ്ജിനി ചോദിച്ചു പൂജനെ ഓക്കെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളത് ചോദിക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ആരും ഒന്നും മിണ്ടിയില്ല. അങ്ങനെ രഞ്ജിനി വീട്ടിൽ പോയിരുന്ന് ആലോചിച്ചപ്പോഴാണ് ഈ പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായത്. കരഞ്ഞു എന്നിട്ട് റീലായിട്ടാണോ വന്നേ? രണ്ടാമത്തെ ഞാൻ വിചാരിച്ച ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞ കാര്യം അത് കയ്യിൽ നിന്ന് പോയത്. അപ്പൊ അതെല്ലാം ചോദിച്ചു. അപ്പൊ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ ദിവസം ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഇങ്ങനെ പെട്ടി അടിക്കടിക്ക് വെക്കണം. വേറെ തന്നെ അടിക്കപ്പെട്ട് ഈ പെണ്ണിന്റെ പെട്ടിയിലോട്ട് വീണ് ഈ രണ്ടാമത്തെ പൂജ. അപ്പൊ ഈ പെണ്ണ് ഔട്ടായി. ചോദിച്ചപ്പോ പറഞ്ഞു ഇവിടെയും ജസ്റ്റിസ് തന്നില്ല, എനിക്ക് വീണ്ടും പെട്ടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ മാരാര് പറഞ്ഞ് തോക്കുന്നതിലല്ല അടുത്തവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങി ഔട്ട് ഹൗസിൽ പോയിരിക്കാൻ പറഞ്ഞു. ജനുവിനാ പുള്ളി ജനുവിനാ
ഞാൻ മാരാരെ സപ്പോർട്ട് ചെയ്ത പുള്ളി തരൂല. പുള്ളി സത്യമായിട്ടുള്ള കാര്യം പറയത്തുള്ളൂ. സ്വിമ്മിംഗ് പൂളിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ അവരുടെ സീസണില്. ആമാ അവര് കണ്ടോ പുള്ളില്ലേ സ്വിമ്മിംഗ് പൂളില് മറ്റേ ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് അടിക്കുന്ന മാരാരില്ല. അവൻ വന്നിട്ട് വെള്ളത്തിൽ കുത്തി മറിഞ്ഞ് കിടന്ന് ചാടിയിട്ട് ഈ സാധനം കിട്ടിയില്ല. മാരാര് വന്നിട്ട് സൂക്ഷ്മ ദർശനോട് എല്ലാം ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ എടുത്ത് ചാടി പൊക്കി എടുത്ത് 3 to 4 5 10 സെക്കൻഡ് ഭയങ്കര ബുദ്ധി. കുറച്ചുമ്പോ ഇങ്ങനെയല്ലേ പറഞ്ഞു. ഒന്നുമില്ല, നിങ്ങളുടെ പുനലൂരിന്റെ അടുത്തല്ലേ പുള്ളിയുടെ വീട് കൊട്ടാരക്കര. കുറച്ച് ദൂരമേ ഉള്ളായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ബാങ്കിലെ പുള്ളിക്ക് അക്കൗണ്ട്. ഇപ്പൊ അടുത്ത് അക്കൗണ്ട് ചാമ്പില്ലേ മറ്റേ ആക്സിസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിയുടെ ഈ ആഷ്മയുടെ ചർച്ച വന്നില്ലേ, അപ്പൊ എന്റെ അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ചാമിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്ത ബാങ്കിൽ ഉണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലോ. നമുക്ക് പിച്ചച്ചട്ടി ഇലക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത് കോട്ടാത്തല അഖിൽ രാജ് കോട്ടാത്തല. അപ്പൊ ഇതൊക്കെയാണ് ബേസിക് സംഭവം. ഇപ്പൊ എല്ലാരും ഒരാൾ കരഞ്ഞ് പേരെടുക്കാൻ നോക്കുന്നു, ഒരാൾ അരഗൻസ് കാണിച്ച് പേരെടുക്കാൻ നോക്കുന്നു. ആരും കളിക്കുന്നൊന്നുമില്ല. എല്ലാം കണക്കാ. മൊത്തം 40 പേര് വന്നോ? അപ്പൊ എല്ലാം പഴ. ഇനി പോകെ പോകെ അടിച്ച് രാഗി പെട്ടെന്ന് നമ്മളെ പോലെ എല്ലാരും പറയുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ് ഇതല്ലേ ജസ്റ്റ് ഈ മാരാറുടെ തല ഭയങ്കരമായിട്ട് പ്രോസസ് ചെയ്യുന്നേ. ഒരു ഗെയിം ഉണ്ട്, ഇവരുടെ എല്ലാം ഒരു കീറ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ കീറ പേപ്പർ ഇങ്ങനെ സ്ട്രോയിൽ വലിച്ചെടുത്ത് അവരുടെ ഒരു പാത്രം ഉണ്ട്, ആ പാത്രത്തിൽ ഇടണം. ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ഇടണം. അപ്പൊ ഗെയിം തീരുമ്പോ ഈ പാത്രത്തിൽ ഇവര് ചൂസ് ചെയ്ത കളറുകൾ മാത്രമേ പാടുള്ളൂ. അപ്പൊ കളിച്ചു തുടങ്ങിയപ്പോഴത്തേനും മാരാര് തീരാറായപ്പോ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ജയിക്കാൻ മാത്രമല്ല മറ്റവരെ തോപ്പിക്കാൻ കൂടെ പറ്റുമെന്ന് മാരാരോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. മറ്റവന്റെ പാത്രത്തിലോട്ട് വേറൊരു കളർ ഇട്ടാൽ മതി, അവൻ തോറ്റു. പക്ഷെ അത് ഈ ഗെയിം കളിച്ച വേറെ ആർക്കും അത് മനസ്സിലായില്ല. കളി തീർത്തപ്പോ ഇരുന്ന് ആലോചിക്കുന്നത് എങ്ങനെ നിങ്ങൾ ഇലക്ഷന് തോറ്റെന്ന് പറഞ്ഞിട്ട് ഗെയിമിനകത്ത് തോപ്പിക്കാൻ പുള്ളിയെ നിൽക്കലുള്ള കാര്യം പറയല്ലോ. അല്ലെ ബിഗ് ബോസ് കാണുന്നവരല്ലോ വോട്ട് ചെയ്യുന്നത്, അതാ പ്രശ്നം. വോട്ട് ചെയ്യുന്നവരല്ലേ ബിഗ് ബോസും കാണുന്നത്. അല്ലെ പുള്ളിക്കല്ലെങ്കിലും ഭയങ്കര ബുദ്ധിയാ. ആ കിഡ്നി ഉണ്ടായിരുന്നു നമ്മളൊക്കെ എവിടെ ചെന്നേ. അല്ല ബുദ്ധി ഉണ്ടായിരുന്നു നമ്മളൊക്കെ എവിടെ ചെന്നേ. സോറി, ആ കിഡ്നി എനിക്ക് വേണ്ട. നമ്മള് ശരിക്കും മാരേനെ പോക്കാ. ശരിക്കും അതിനകത്ത് ഇച്ചിരി നിലവാരമുള്ള മാരേനെ മാത്രമേ കോണ്ടസ്റ്റൻസിനെ മാറ്റി നിർത്താം. നമ്മുടെ അടുത്തല്ല ഗെയിം. ഇനിയിപ്പോ നാളെ തൊട്ടുള്ള ഞങ്ങളുടെ റിവ്യൂവിനകത്ത് എന്തായാലും ഗെയിം കൂടെ കണ്ടിട്ടുള്ള സാധനമായിരിക്കും. ഇപ്പം ഈ ഒരു സാധനം തുടങ്ങുന്ന അഗ്നിപരീക്ഷ എന്ന് പറയുന്നൊരു കാര്യം എല്ലാവർക്കും വലുതായിട്ട് അറിയത്തില്ല. ഈ ഒരു സാധനം എന്തോന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത്രയും വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ ചെയ്യുന്ന എന്നെ കൊണ്ട് ഈ ഒരു സാധനം എന്തോന്ന് അറിയത്തില്ല. പിന്നെ റീൽസിനകത്ത് ഇതിനോട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് കാണുന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നും ചിന്തിക്കാനോ എടുക്കാനോ ഒന്നുമില്ല. അപ്പൊ മനു എന്തായാലും ഈ ഒരു വീഡിയോ വ്യക്തമായിട്ട് കാണുന്നതാണ്. ചിലപ്പോൾ ഈ ഒരു അഗ്നിപരീക്ഷ എന്താണെന്ന് കാണാത്ത ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു സാധനം കൺവിൻസ് ആവും, ഈ ഗെയിം എന്താണെന്ന് കൺവിൻസ് ആവും. ഒന്നുമില്ല, 40 പേരുണ്ട്, അതിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്യും. അതിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. അതിനകത്ത് എല്ലാം പഴയപ്പോ ബോധമുള്ളൊരുത്തം വേണമെന്ന് പറഞ്ഞ് മാരാരെ പിടിച്ച് അതിനകത്തിട്ടു. അത്രയുള്ള സംഭവം. അത്രയുള്ള മാരാരെ പിടിച്ചിട്ടത്തുള്ളൂ. മാരാരെ റഫർ നിൽക്കുന്നു. ആണെങ്കിൽ സാബുമോനെ കൂടെ പിടിച്ചിട്ടായിരുന്നു സെറ്റ് ആയനെ. സാധനം കിടിലായനെ. പുള്ളിക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ, സിനിമയിൽ എന്തൊക്കെ പരിപാടി അല്ല, എന്തോ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വിളിച്ചാ പോവാ. സൂപ്പറായിരിക്കും. വിളിച്ചാ പോവാ. വിളിക്കട്ടെ. എന്തിനാ ഒരു കമന്റ് ഇട്ടാ പോരെ, ഞാൻ അപ്പഴേ വരത്തില്ല. ആവശ്യമുണ്ട്. അപ്പം ബാക്കി ഇനി വരും ദിവസങ്ങളിൽ നമ്മളെ കണ്ടിട്ട് റിവ്യൂ ചെയ്യാം. എന്തായാലും ഇനി റിവ്യൂ ചെയ്യാൻ നേരം പുതിയൊരാളും കൂടെ കാണും. എന്തിന് കാരണത്തിരുന്ന് അതേപോലെ സംഘം ചേർന്ന് ഓൾറെഡി നമ്മൾ ചെയ്യുന്നില്ലേ. സംഘം ചേർന്നിരുന്ന ലോങ് ട്രിപ്പ് പോകാൻ നേരം ഒരു വീഡിയോ എടുക്കുന്ന അല്ലല്ല, നമ്മള് ലോങ് ട്രിപ്പ് ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ, വീട്ടിന്റെ താഴെ കാർ ഇരുന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും മനോരോഗമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഇത്രയും ചൂട് കൊണ്ടിനകത്ത് ഇരിക്കുന്നെങ്കിലും നമ്മള് സൗണ്ട് പാത്രത്തിൽ പോലും ഇത്രയും ചൂട് ഞാൻ കണ്ടില്ല. ആവില് പുഴുകല്ല. സായി ചെയ്യുന്നത് ലോജിക്കലി വെച്ച് സംസാരിക്കുന്നത്. എന്നാൽ നമ്മള് ലോജിക്ക് സംസാരിക്കാൻ എൻ്റെ കുറച്ച് ഹാസ്യ രൂപമാണ് എന്തെങ്കിലും കാര്യം. നമ്മള് ലോജിക്കില്ല മണ്ടത്തിനെ ഞാൻ രണ്ടും പറയത്തുള്ളൂ. നമ്മളെ മാത്രം ഇട്ട് കൊടുക്കത്തില്ലല്ലോ. അങ്ങനെ സായി മാത്രം പോയ പറ, ഞങ്ങളും ഉണ്ട് കൂടെ. പുള്ളി എങ്ങാണ് ഈ വീഡിയോ കാണട്ടെ. കാണുമല്ലോ. ബിച്ചോട്ട വീഡിയോ കാണത്തില്ലേ ബ്രോ? കാണും. അപ്പൊ ഓക്കെ. അപ്പം ബാക്കി നമുക്ക് എപ്പിസോഡിൽ അടുത്ത റിവ്യൂ കാണാം. ശരി എന്നാ, ബൈ.